ഭാവിയിൽ നിങ്ങൾ ശരിയായി വരുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കണ്ണും പൂട്ടി ഒരു ബിസിനസ് ഒരു വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാങ്കുകാർ ലോൺ തരാൻ തയ്യാറാകും അല്ലേ? ബാങ്കുകാരൊക്കെ ആ പ്രോജക്റ്റ് കറക്റ്റാണ്, അതിൻ്റെ എക്സ്പോർട്ട് നടക്കും, നിങ്ങൾക്കതിൻ്റെ മൊണോപ്പൊളി ഉണ്ട് എന്ന് ബാങ്കിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഓടി എത്ര വേണമെങ്കിലും തരും, കോടിക്കണക്കിന് രൂപ തരും. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ദൈവവും തരും. നമ്മൾ രക്ഷപ്പെടുമെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ പ്രോജക്റ്റ് ഇതിന് ഗ്രേസിൻ്റെ കൃപ മുടക്കാൻ പറ്റിയ ഒരു നല്ല സക്സസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അനിത ടോമി ഒരു ടൈം കഴിയുമ്പോൾ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അത് എപ്പോഴും എൻ്റെ മക്കളെ ഉടമ്പടിയുടെ വിജയമെന്ന് പറയണത് നിങ്ങളുടെ ഓരോരോ കാലത്തെ വീട്, വിവാഹം, ജോലി, പഠനം, അതുപോലെ തന്നെ പരീക്ഷ, അതെല്ലാം ആ ഒരു വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയെ സമീപിച്ചു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമില്ല ആരും ഇല്ലാത്ത പോലെ ജീവിക്കുന്ന ഒരു രീതിയാണല്ലോ ചില ആൾക്കാരുടെ ഉള്ളത്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം. നിങ്ങൾ ആദ്യമേ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും കവനൻ്റ് ഈസ് എൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ വെച്ചാൽ ബുദ്ധിപരമായൊരു നടപടിയാണ്. നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു മിനിമം പരിപാടിയല്ല. ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം IELTS പാസ്സാകാനുള്ള ഒരു മിനിമം പരിപാടിയല്ല, വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയല്ല, കല്യാണം ഒത്തുവരാൻ വേണ്ടിയുള്ള ചെറിയൊരു നടപടിക്രമമല്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണിതെന്ന് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കണം. പിടികിട്ടിയ ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇടപെടേണ്ട കാര്യം, ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആദ്യമേ തന്നെ ദൈവത്തെ ധരിപ്പിക്കേണ്ട, കർത്താവേ എൻ്റെ ഈ പരീക്ഷ കൊണ്ട് തീരണമല്ല നമ്മമ്മലുള്ള ജീവിതം, എൻ്റെ ഈ കാനഡയിൽ പോയിക്കൊണ്ട് തീരണതല്ല നമ്മമ്മലുള്ള ജീവിതം. ഞാൻ എവിടെ പോയാലും ചില ആൾക്കാർ പറയത്തില്ലേ മരണം വരെ ഞാൻ ഉടമ്പടി ജീവിതം ജീവിക്കുമെന്ന്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലായി. ജീവിത രീതി എന്നാണ് പറയണത്. ഉടമ്പടി ഒരു ജീവിത രീതി, സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ദൈവത്തിന് ആദ്യമേ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇല്ലേ, നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പം നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും നമ്മൾ ഇന്നയാളാണെന്ന് പറയത്തില്ലേ. ഞാൻ ഫാദർ ജോസഫ് വലിയ വീട്ടിലെ ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് ഞാൻ ആദ്യം പറയും. കൃപാസനമൊക്കെ പിന്നേ പറയത്തുള്ളൂ. കാര്യം ഞാൻ എന്നെ രൂപതയിലെ എനിക്ക് പട്ടം തന്നിരിക്കണത്. അപ്പോൾ ഞാൻ ആദ്യം അത് പറയും, ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് പറയും. ബാക്കിയെല്ലാം ഫംഗ്ഷൻ മിഷനൊക്കെ കർത്താവ് തന്നതാണ്, പിന്നീട് കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയണത്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിരിക്കണം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളിൻ്റെ വൈഫാണ് അനിത ടോമി, എൻ്റെ വിഷയം ഇതാ, ഞാൻ ഇത് കഴിഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം കുറച്ച് തീരും. കാര്യം എന്താ വെച്ചാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി. കാര്യം ദൈവത്തിന് അറിയാം നീ ജീവിക്കുകയോ ഇല്ലേ എന്നുള്ളത്. അത് ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിൻ്റെ അടുത്ത് ഉടായ്പൊന്നും നടക്കത്തില്ല. നീ ജീവിക്കുമോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നീ സത്യസന്ധമായാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഈ പ്രശ്നങ്ങളും പരീക്ഷാ സമയം കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും എക്വിപ്ഡ് അല്ല, ഈ വിഷയം അതിജീവിക്കാൻ ഞാൻ അത്രയും കരുത്തില്ല. ഇപ്പം നീ എന്നെ സഹായിക്കണം, പക്ഷെ ഞാൻ മരണം വരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇപ്പോൾ നീ എന്നെ സഹായിക്കണം, ഈശോയെ മരണം വരെ നിന്നോടുള്ള ഉടമ്പടിയിൽ ഞാൻ സുവിശേഷ സാക്ഷിയായി ജീവിച്ചു കൊള്ളാം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മളിന്ന് വായിച്ചെടുക്കും. പക്ഷേ അനിതയെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് നല്ലതുപോലെ വായിച്ചെടുത്തിട്ടുണ്ട്. കാര്യം അനിതയുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അനിത ഭയങ്കര നല്ല രസകരമായ ഭാഷയിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ട ഇതാണ്. ഈ സാക്ഷ്യം പറയുമ്പോൾ, സാക്ഷ്യം എന്ന് പറയുമ്പോൾ, കൃപാസനത്തിൽ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാര്യം ദൈവം നിങ്ങളൊരു സുവിശേഷമായിട്ട് ഉയർത്തുകയാണ്.
ദൈവം നിങ്ങളെ സുവിശേഷമാകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു, ദൈവം നിങ്ങളെ സുവിശേഷമേകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു. രണ്ട് കാര്യം നടക്കുന്ന സാക്ഷ്യത്തിലാണ്. സാക്ഷ്യത്തിൽ എന്താ സംഭവിക്കണം? ഒരാൾ സുവിശേഷമാകുകയാണ്, അയാളുടെ ജീവിതം തന്നെയാണ് സുവിശേഷം. മറ്റെന്താണ്? അയാളുടെ അനുഭവത്തെ മറ്റവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഇവർ അധികം പ്രായമുള്ളവരായിരിക്കരുത്. കാര്യം എന്താ പറഞ്ഞാൽ യൂത്തിനാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. കൃപാസന എല്ലാ പ്രായമുള്ളവരും, എല്ലാവരും കുറഞ്ഞവരും എല്ലാവരുടെയും സ്ഥലമാണ്. പക്ഷേ നമ്മൾ സുവിശേഷ വേലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന യൂത്തിനെയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ചെറുപ്പക്കാരാണ്. അപ്പം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുപ്പക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ സാക്ഷി അല്പം ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യും. എന്താ കാര്യം? അവരുടെ സുവിശേഷ സാക്ഷ്യം കേട്ടിട്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് യുവത്വം ക്രിസ്തുവിൽ ബലം പ്രാപിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ യൂത്ത് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാർ അവരെ കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങൾ സാക്ഷ്യം പറയാൻ നേരത്ത് മകനോ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ പറയുമ്പോൾ നല്ല വെടിപ്പുള്ള ഭാഷയിൽ ഭംഗിയായിട്ട് പറയണവർക്കാണ് മുൻഗണന. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അപ്പോൾ അച്ഛൻ ചോദിക്കും, അപ്പോൾ ഞങ്ങളുടെ ദൈവാനുഭവമില്ല, നിങ്ങളുടെ ദൈവാനുഭവമാണ്. അതിന് രണ്ട് സ്ഥലത്ത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആളെ വെച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെന്താണ് ഇവർ പറയണത്, കൃത്യമാണോ എന്ന് പറയും. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് 90% ആൾക്കാർ നല്ലതുപോലെയാണ് പറയണത്. 90% ആൾക്കാർ നല്ലതുപോലെയാണ് പറയണത്. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇത് പോണത്. ഒരു നമുക്കറിയാമല്ലോ, പഴയ കാലവുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴ് ആൾക്കാർ ഈ യൂട്യൂബിലല്ലേ ഈ സംഭവം പറയണത്. അപ്പോഴിങ്ങനെ തോണ്ടിക്കളയും ആൾക്കാർ. സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ചളുവാണെങ്കിൽ അവർ തോണ്ടിയിട്ട് വേറെ വല്ല മമ്മൂട്ടിയുടെ പടവും കണ്ടുകൊണ്ടിരിക്കും ആൾക്കാർ. അതാണ് വിഷയം. നിങ്ങളെ സാക്ഷ്യം കേട്ടാൽ തോണ്ടിക്കളയാൻ തോന്നരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് നല്ലവണ്ണം ഒരുങ്ങി മണിമണി പോലെ പറയണം. ഇത്തിരി പ്രായമായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയണ കാര്യം വൃത്തിയായാൽ മതി. ചിലർ പറഞ്ഞ് കുളമാക്കി കളയും. നല്ല സാക്ഷ്യങ്ങളാണ്. ഈ അലക്സച്ചൻ വന്ന് എപ്പോഴും എന്നോട് കംപ്ലൈൻറ്റ് പറയും, നല്ല സാക്ഷി വരുന്ന എടുത്ത് പറഞ്ഞ് കുളവാക്കി കളഞ്ഞെന്ന് പറയും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാക്ഷിയാണ് അവർ പറയണത്, നല്ല അനുഭവമാണ് അവരുടെ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. വീട്ടിൽ ഇരുന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. കണ്ണാടിയൊക്കെ എടുത്തിട്ടേ എടുത്ത് സാക്ഷ്യം പറഞ്ഞു നോക്കണം. അപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ എങ്ങനെ വക്കരിക്കണമെങ്കിൽ നോക്കണം, നിങ്ങളുടെ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം നോക്കണം. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഒന്ന് കാര്യം നമ്മളെന്താണ് ഇത് സാക്ഷ്യത്തിന് വേണ്ടി ഒരു പീഠം വിട്ടുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. മതാവിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. മതാവിൻ്റെ മുമ്പിൽ നിൽക്കണതാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണേ. കൃപാസനത്തിൻ്റെ സാക്ഷ്യമെല്ലാം എന്താണ്? അമ്മ ചുറ്റി നടന്ന് അമ്മ ഇവിടെ അല്ലല്ലോ ഇരിക്കണേ. ഇവിടെ വരുന്നവർക്ക് ഇവിടെ, അല്ലാത്തവർക്ക് എവിടെയാണ് അവിടെ ഉള്ളത് അവിടെ ചെന്നിട്ടാണ് ഈ സാക്ഷ്യം ഉണ്ടാക്കുന്നത്. സുഗന്ധലേപനമായാലും ശരി, മഴവില്ലായാലും ശരി, അമ്മയുടെ പ്രത്യക്ഷീകരണമായാലും ശരി, സ്വപ്നമായാലും ശരി, സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയായിട്ട് ഈ പ്രത്യക്ഷീകരണ സന്ദേശം എവിടെയാണോ നിങ്ങൾക്ക് വിഷമമുള്ളത് ആ വെന്റിലേറ്ററിൽ പോലും അമ്മ നേരിട്ട് വരികയാണ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും അതൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. പുതിയൊരു കാലത്തെ നീ ഏത് കെട്ടകാലത്താണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിലും അമ്മ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ തോപ്പിക്കാൻ ഈ ജീവിതത്തിന് കഴിയത്തില്ല. ദൈവം ജയിക്കും, നീ ജയിക്കും, നിന്നിലൂടെ സുവിശേഷം മുന്നേറും. ശ്രുതികട ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ സാക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവ് ഒരു ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പറയും, കർത്താവേ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷി ആക്കണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. പക്ഷെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. വല്ല കോഞ്ഞാട്ട സാക്ഷ്യമാണെങ്കിൽ ഞങ്ങൾ ഓടിച്ചിടുവിടുന്നു.
അപ്പോൾ നിങ്ങൾ ഉടനെ മസിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ സാക്ഷ്യം പറയാൻ നേർച്ച നടന്നതാണ്. നേർച്ച നടന്നെങ്കിൽ ആ അവിടെ പോയിരുന്ന് പറയാൻ പറയും, ഇവിടെ പറയിപ്പിക്കത്തില്ല. ആ സാക്ഷ്യം കറക്റ്റായിരിക്കണം. ചില ആൾക്കാർ ഇവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നേർച്ച നടന്നതല്ലേ, ഞങ്ങൾക്ക് പറയണ്ടേ, കടവല്ലേ, കടവൊക്കെയാണ്. പക്ഷേ സാക്ഷ്യം, ഈ സാക്ഷ്യം കൃപാസന ആൾത്താരയിൽ പറയാപ്പിക്കാൻ വേണ്ടി അത് സ്റ്റാൻഡേർഡ് ഇല്ല. അതാണ് പ്രശ്നം. അതിനാണ് ജീന സിസ്റ്ററിനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിയാണ്. സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സിസ്റ്ററും കൊള്ളാം, അച്ഛനും കൊള്ളാം. അവർ സത്യസന്ധമായിട്ട് സുവിശേഷ വേല ഭയങ്കര തീക്ഷ്ണമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരോട് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഈ സാക്ഷ്യത്തിൻ്റെ വെയിറ്റേജ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർ നിങ്ങൾ പറയും, ചേച്ചി കുറച്ചുകൂടി നല്ലൊരു സാക്ഷ്യം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ യഥാർത്ഥ കക്ഷികളെ ഒളിച്ച് കളിക്കുകയല്ലേ, അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളീ വന്നിരിക്കണത് ഈ 70 വയസ്സുള്ള ചേട്ടത്തിയാണ് വന്നിരിക്കുന്നത്. പേരക്കിടാവിൻ്റെ സാക്ഷ്യമാണ് ഈ പറയണത്. പേരക്കിടാവ് വീട്ടിലുണ്ടാകുകയെ വരത്തില്ല, അവൾക്ക് വരാൻ കുറച്ചിലാണ്. ഈ അമ്മമ്മ തള്ളയെ കൊണ്ടുപോകുന്നതാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത്. അപ്പോൾ ഉടനെ അവർ പറയും, പേരക്കിടാവിനല്ല ആനുകൂല്യം കിട്ടിയിരിക്കണത്, അത് അസൈൻ ചെയ്യണോ. ചേച്ചി പറഞ്ഞാൽ ആളെ നമ്മളാ തൊണ്ടി മുതലിനെ ഒന്ന് കാണിക്കണ്ടേ. തൊണ്ടി മുതൽ ഒളിച്ചിരിക്കണേ. കർത്താവിന് സാക്ഷ്യം പറയാൻ വേണ്ടി ലജ്ജിക്കരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. 2 തിമോത്തിയോസ് 1:8. 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അതാണ് വിഷയം. കാര്യം കർത്താവ് തന്നെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിൽ പോയി നിൻ്റെ ബന്ധുക്കളോട് പറയണം കർത്താവ് നിനക്ക് എന്താണ് ചെയ്ത് തന്നതെന്ന്. പിന്നെ ഈശോ പറയും, നീ ദെക്കാപ്പോലിസിൽ പോകണം, എന്നുവെച്ചാൽ സിറ്റി സ്റ്റേറ്റ് പട്ടണത്തിൽ പോയിട്ട് പറയണം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരോട് പറയണം. അപ്പോൾ സാക്ഷ്യം സ്വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ്, ദൈവികമായ നിയമമാണ് സാക്ഷ്യം പറയുക എന്നുള്ളത്. ലൂക്ക 8:38-39. ലൂക്ക 8:38 വാക്യം. പിശാച് ബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. അവനോട് പറഞ്ഞത് വീട്ടിൽ പോയി പറയാനാണ് പറഞ്ഞത്. പക്ഷെ അവനെന്ത് ചെയ്തു? വീട്ടിലും പറഞ്ഞ് പട്ടണത്തിലും പറഞ്ഞു. അങ്ങനെയായിരിക്കണം സാക്ഷ്യം പോകേണ്ടത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുത്തുന്നത് ആരെയാണ്? വീട്ടുകാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. വീട്ടുകാരെ ബോധ്യപ്പെടുത്തുമ്പോൾ എന്ത് പറ്റും? അവർക്ക് വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റീന അടുത്തല്ലേ ഈ അനിത ടോമി പറയണത് എന്താണ്, എനിക്ക് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സൈക്കാട്രിനെ കാണാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ റീന പറയുന്നത്, നീ ഒരു സൈക്കാട്രിനെയും കാണണ്ട, നിനക്കൊരു ഡിപ്രഷനും ഇല്ല. ആരാണ് തീരുമാനിക്കണത്? പ്രേക്ഷിത തീരുമാനിക്കും. അതാണ് അധികാരം, ആത്മീയ അധികാരമാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് അവർ ഇല്ലെന്ന് പറയണത്. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അനിത ടോമി വന്നിരുന്നപ്പോൾ തന്നെ ഈശോ അപ്പം തന്നെ ആ ഫയൽ എടുത്തിട്ട് ഒറ്റ ക്ലാസ് കൊണ്ട് വിദ്വേഷം മാറ്റി, അതുപോലെ തന്നെ സങ്കടവും മാറ്റി, കാളെ കഴുകി. അപ്പോൾ ഉടമ്പടി ക്ലാസ് നിസ്സാരമല്ല. ക്ലാസ് നിങ്ങൾ കേൾക്കണം, നല്ലതാണ് എപ്പോഴും. ക്ലാസ് മാത്രമല്ല, അതിൻ്റെ മുഴുവനും ഫോളോ അപ്പ് ആദ്യ ചൊവ്വാഴ്ച ധ്യാനത്തിലാണ് ഉള്ളതേ. അതാണ് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഈ പല അണ്ണന്മാർ എന്നെ കാണാൻ വരത്തില്ലേ, അപ്പോൾ 5 പുതുക്കിയവരൊക്കെ ഉണ്ടേ. അപ്പം ഞാൻ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച അച്ഛൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അപ്പോഴെന്ത് പറയും? പബ്ബ ജബ ജബ. എന്ത് സമയം? ഒന്നും പഠിച്ചിട്ടില്ല. ഇവർ ഈ സാധനം വെച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്നറിയാം, ഇവർ തന്നെത്താൻ ഈ ഉടമ്പടിയെ കൊന്ന്, ഇവർ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇവരെ. കാര്യം ദൈവമായിട്ട് ഇവർ ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റിലാവും. എന്താ കാര്യം? അവർ ദൈവത്തിനെ വഞ്ചിച്ചിട്ട് ഇപ്പം അച്ഛനെ കണ്ടിട്ട് ചില ആൾക്കാർ പരിപാടി കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ഉടമ്പടി ജീവിക്കാനല്ല, പെട്ടെന്ന് വല്ലതും നടക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് നോക്കാം, ഷോടത്തി എടുക്കണ പോലെ എടുക്കും.
അപ്പം അങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ മാസമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഉടമ്പടി ഉഴപ്പ് വരും. ഉടമ്പടി ഉഴപ്പിയിട്ട് പിന്നീട് എന്തെങ്കിലും കാര്യത്തിന് അച്ഛനെ കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് കൊണ്ടുവന്ന് പുതുക്കും. അപ്പം ഞാനിവിടെ റീനയെ നിർത്തിയിട്ടുണ്ട്. എന്താ കാര്യം അറിയാമോ? ഇവരെന്നാണ് അവസാനം ഉടമ്പടി പുതുക്കി എടുത്തത്, എന്നാണ് പുതുക്കിയെന്ന് നോക്കാൻ വേണ്ടി. ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? കാരണം ഓഫീസിൽ തിരക്കിലൊന്നും നോക്കത്തില്ല, ഞങ്ങളിവിടെ നോക്കും. ഞങ്ങൾ നോക്കണത് എന്താണ്? ഉടമ്പടി എടുത്തിട്ട് ഒരു കൊല്ലമായി, പിന്നീട് പുതുക്കണത് ഇന്നലെയാണ്, അല്ല ഇന്നാണ്. ഇന്ന് ഇവർ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഇവർ പുതുക്കിയിരിക്കണമെന്നല്ലേ, ഉടമ്പടി ജീവിക്കാനല്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി ഒരു കൊല്ലമായിട്ട് ജീവിച്ചിട്ടില്ല, ഇപ്പോൾ എന്നെ കണ്ടു പോകുമ്പോൾ നിങ്ങൾ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതൊരു വന്ന വണ്ടി തന്നെ യൂട്ടേൺ അടിച്ച് പോയിക്കൊള്ളാൻ പറയും. അതെന്താ? വളരെ ശ്രദ്ധിക്കണം. അത് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഏത് കാലത്തെയും സത്യസന്ധമായ ഒരു ജീവിതക്രമമാണ്. അതിൽ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കത്തില്ല ഈ സംഭവം. നിങ്ങൾക്ക് എന്തെല്ലാമാണോ ജീവിതത്തിൽ വേണ്ടതെന്നുള്ളത് നിങ്ങളെക്കാൾ നല്ലവണ്ണം നിൻ്റെ ദൈവത്തിനറിയാം. ദൈവം ആ സംഭവം എടുത്തു കഴിഞ്ഞാൽ അടിക്കടി വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായി ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പാലിക്കാനുള്ള അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, അധിക കൃപ നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ കർത്താവ് അവളെ വിശുദ്ധീകരിച്ചു. അവളുടെ വിദ്വേഷമെല്ലാം പോയി, അവളുടെ ദേഷ്യമെല്ലാം മാറി, അവൾ ശരിക്കും ഒരു വിശുദ്ധിയിലേക്ക്, അവൾ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ അവൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇവളുടെ ഈ മെഡിക്കൽ ചീട്ടുണ്ടായത് കാരണം അന്ന് തന്നെ ആൾക്കാരെ വന്ന് എന്നെ കാണാൻ ഒരു അവസരം കിട്ടി. എനിക്കിവർ അന്ന് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ അവളുടെ ഈ ബയോപ്സിക്ക് വിട്ടി തൊണ്ടയിൽ ബയോപ്സി FNS ചെയ്തപ്പോൾ ഒരു മുഴയല്ല 3 മുഴയുണ്ട്. ഒരു മുഴ ക്യാൻസറസ് ആണ്. അത് നമ്മൾ അറിയപ്പെടാതിരുന്ന മുഴയാണ് ക്യാൻസറസ്. അതിൻ്റെ സാമ്പിൾ ടെസ്റ്റിൽ ക്യാൻസറസ് ആണത്. അപ്പോൾ ക്യാൻസറസ് ആയിട്ട് ഇവിടെ വരണത്. പക്ഷെ ഞാനിത് ഇവളുടെ ഈ മെഡിക്കൽ പേപ്പർ കൊണ്ടുപോയി അമ്മയുടെ മധ്യസ്ഥന് വെച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ ചൊല്ലി ഈശോൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് വിശ്വപ്രമാണം ചൊല്ലി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനതിൻ്റെ വലിയ ആനക്കായ പ്രാർത്ഥന ചെല്ലണമെന്ന്? ഇല്ല, പ്രാർത്ഥനയെല്ലാം കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയുള്ളൂ. ആ വിശ്വാസ പ്രമാണം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ ഇത് നമ്മൾ തമ്മിൽ ചെല്ലുമ്പോൾ ഇത് വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. കാര്യം നിങ്ങളിത് പ്രാർത്ഥനയായിട്ട് പട്ടിക പോലെ ചെല്ലുകയാണ്. ഒന്നിൻ്റെ നന്തണ്ടേ, മനസ്സിലല്ലേ? ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഏക ദൈവം 10,000 നമുക്കെന്താണെന്ന് മനസ്സിൽ എന്താണ് പറയുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലേ? ഏക ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേ ഏകമായാലും എന്ത് 10,000 എന്ത് ദൈവമല്ലേ, വിശ്വസിച്ചാൽ പോരെ. ഇങ്ങനെ ഒരു വാർത്താം മട്ടിലാണ് നിങ്ങൾ ഈ വിശ്വാസം കൈകാര്യം ചെയ്യണത്. ഞങ്ങൾ ഏകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാംശത്തിൽ പോലും 0 അത് ഷാർപ്പായിരിക്കും. കാര്യം ഞാൻ ഒരു മനുഷ്യനെ ഏക ദൈവത്തെ വിശ്വസിക്കണമെന്ന് ഒറ്റ വാക്ക് ചങ്ക് കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇന്ന് മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ ഈ കൃപാസന ശുശ്രൂഷ കൊണ്ട് പഠിച്ചെടുത്തത്. അപ്പോൾ ഒരു സാധനം എന്ത് പറയുന്നു എന്നുള്ളക്കുപരി ആര് പറയുന്നു എന്നുള്ളതും പ്രശ്നമാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രശ്നമാണ് ആര് പറയുന്നു എന്നുള്ളത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആഡ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ കട്ട സഹിച്ചത്. ഇവളെന്ത് അനിത ടോമി എന്താ ചെയ്തിരിക്കണത്? ക്ലാസ് കേട്ടപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ പോയി കുമ്പസാരിച്ച്. ക്ലാസ് കേട്ടപ്പോൾ കുമ്പസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴാഴ്ച കുമ്പസാരമല്ല. കുഴാഴ്ച കുമ്പസാരം അറിയാമല്ലോ, ചത്തവർക്ക് വേണ്ടി മരിച്ചവർ കുമ്പസാരിക്കണത്. അതായത് ഒരു പശ്ചാത്താപം കാണത്തില്ല പിശാചിന്. അച്ഛനെ കുമ്പസാരം കൂടി ഇരിക്കണ കാരണം അവിടെ പോയി എന്തെങ്കിലും പറയണമെന്ന് ചോദിച്ചാൽ പണ്ടത്തെ പട്ടിക പറഞ്ഞു പോകും. എൻ്റെ അടുത്താണെങ്കിൽ അപ്പം അപ്പോൾ പിടിവരുവാകും. എനിക്കറിയാം കള്ളത്തറയിൽ പറയണമെന്നും ഈ സത്യസന്ധതയല്ലെന്നും. ഞാൻ മാറുന്നേ, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? ഈ സംഭവമല്ലേ നേരത്തെയും പറഞ്ഞത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണോ ഇത് കുമ്പസാരിക്കണത്? ഇത് സത്യമായ സന്തതമായ കുമ്പസാരമാണോ? ഞാൻ ചോദിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്താണ്? ഇവരെ കുമ്പസാരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇവരെ വിശുദ്ധീകരിക്കുക, സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കുകയാണ്.
അത് നല്ല ഇപ്പം നിങ്ങളോട് ശാന്തമില്ലാതെ സംസാരിച്ചെങ്കിൽ ഞാൻ ജനങ്ങളോട് സൗമ്യമായിട്ട് സംസാരിക്കത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അവർക്കറിയത്തില്ല. അവർക്ക് യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്യണതാണ് പല കാര്യങ്ങളും. പക്ഷെ റീന ഇങ്ങനെ, അല്ലെങ്കിൽ അനിത ടോമി ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യണതല്ല. അനിത ടോമി ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് എനിക്കുള്ള ബന്ധം മുറിഞ്ഞുപോയി, എൻ്റെ വൈരാഗ്യവും, കാര്യം ദൈവസ്നേഹമല്ലേ. അപ്പോൾ എൻ്റെ വൈരാഗ്യം, വിദ്വേഷം, അതെല്ലാം കൊണ്ട് അത് മുറിഞ്ഞുപോയി. അപ്പോൾ എനിക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കണം. സങ്കടമാണ് ആളിനെ. കണ്ട, ഒരാളിൻ്റെ ഇപ്പോൾ കുമ്പസാരത്തിൽ മിനിമം പശ്ചാത്താപം ഇല്ലെങ്കിൽ പിന്നെ കുമ്പസാരത്തിൽ എന്താ കാര്യമാണ്? ഏറ്റവും മനുഷ്യന് വേണ്ടത് അതാണ് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണത്, ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. അതാണ് നല്ല കുമ്പസാരം. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോമ്പ് കാലമായതുകൊണ്ട് കർത്താവ് എന്നിലൂടെ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരികയാണ്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ഈ അനിത ടോമിയുടെ കുമ്പസാരം കഴിഞ്ഞപ്പോൾ കുമ്പസാരക്കാരൻ പറഞ്ഞു, അനിതേ, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതെല്ലാം ശരിയാണ്. നീ ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. നിനക്ക് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് കൂടെ ഇതങ്ങോട്ട് കൂട്ടിവെക്കാൻ പാടില്ല? എന്തുകൊണ്ട് നിനക്ക് നമ്മുടെ കർത്താവ് വല്ല തെറ്റും ചെയ്താ, ആരെങ്കിലും കഴുത്തേക്കേറിയാ, ആരെങ്കിലും നിന്ദിക്കുന്ന വല്ലതും ചെയ്താ, ആരെങ്കിലും ഉപദ്രവിച്ച, ഒരു തെറ്റും ചെയ്യാതെ അല്ലേ കർത്താവ് ഇത്രയും അനുഭവിച്ചത്? അപ്പോൾ നിൻ്റെ അനുഭവങ്ങളെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ കൂട്ടിവെക്കുമ്പോൾ നീ കർത്താവിൻ്റെ രക്ഷണീയമായ കൃത്യത്തിൽ പാപശാപത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ പീഡാസനങ്ങളിൽ നീ പങ്കെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ പരമപിതാവ് പ്രസാദിച്ച് കർത്താവിന് കൃപ കൊടുത്ത പോലെ നിന്നെയും കർത്താവ് കൃപ തന്ന് അനുഗ്രഹിക്കും. എന്ത് സുന്ദരമായ ഉപദേശമാണ് ആ ഉപദേശം. അനിത ടോമി അങ്ങനെ തന്നെ ഇങ്ങനെ പറയുകയാണത്. ഇവളെ സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിട്ട ആളാണേ. റീനയാണ് വഴി പിരിച്ചിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് വിടണത്. റീനയാണ് പറഞ്ഞത് നിൻ്റെ കാര്യം കൃപാസനം മാത്രം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ്, നിനക്ക് ഡിപ്രഷൻ ഇല്ലെന്ന് പറഞ്ഞ്. ഇപ്പം എന്നാ പറ്റി? ഒരു കുമ്പസാരം കൂടി കഴിഞ്ഞപ്പോൾ ആൾ ഊക്കിയായി. അതിനുശേഷമാണ് വന്ന് അച്ഛനെ കാണുന്നത്. കണ്ടു കഴിയുമ്പോൾ ഞാനെന്ത് ചെയ്യണത്, ഞാൻ ഈ സംഭവം എടുത്തിട്ട് ഇവളുടെ ക്യാൻസർസ് ആയിട്ടുള്ള റിപ്പോർട്ട് അമ്മയെടുത്ത് കൊണ്ടേ കൊടുക്കും. അമ്മയുടെ മധ്യസ്ഥമല്ലേ. ആ പച്ച മഷി കൊണ്ട് ഒന്ന് വരച്ചേക്കാൻ പറയും. കാര്യം എന്താണ്, അവൾ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളവൾ. ആ പച്ച മഷി കൊണ്ട് വരച്ചാൽ പിന്നെ ഈശോ നോക്കത്തുമില്ല, യാതൊരു ഒബ്ജക്ഷൻ ഉന്നയിക്കത്തില്ല. അതാണല്ലോ ഉടമ്പടിയുടെ രഹസ്യം എന്ന് പറയുന്നത്. അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുകയല്ലേ. പക്ഷെ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചോളാം. അവൻ ദൈവത്തിന് ഉറപ്പ് വേണം. അവിടെയാണ് നമ്മുടെ റിസ്ക്. അതാണ്. അല്ല ഇവിടെ കൊണ്ടുവന്ന് പശു പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്ന് പറഞ്ഞ് എഴുതി വെക്കത്തില്ല. രണ്ടും പ്രസവമാണല്ലോ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളെ കളിയാക്കണം അങ്ങനെയാണ്. ഓരോ അണ്ണന്മാർ കിട്ടുമ്പോൾ തന്നെ കുത്തിരുന്ന് എഴുതുകയാണ്. 6 കാര്യം പറയുമ്പോൾ 60 കാര്യം എഴുതിയിട്ട് തിരിയില്ല. അവർക്ക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഇല്ല. കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമില്ല. ചിലർക്ക് കാര്യങ്ങൾ കർത്താവ് തന്നെ ആയിരിക്കും. കർത്താവ്, എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീയാണ്. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ ഇടവരുത്തരുത്, നിൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. അപ്പം വിഷയം മാറി. അപ്പോൾ ദൈവത്തെ ജെനുവിനാണെന്ന് മനസ്സിലാവും. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാനിത് അമ്മയോട് പറഞ്ഞു, അമ്മയെ പച്ചമഷിക്കൊന്ന് വരയിട്ടേക്കണേ, അത് ജീവിച്ച് പോട്ടെന്ന് പറയും. അതിന്നിട്ട് കൊണ്ടുവന്ന് ഈശോൻ്റെ അടുത്ത് കൊടുത്തിട്ട് വിശ്വപ്രമാണം ചെല്ലും. പിന്നെ ഒരു ബന്ധനം മോചനം ഡെലിവറൻസ് പ്രാർത്ഥനയും ചൊല്ലിയിട്ട് അവൾക്ക് കൊടുക്കും. ഡെലിവറൻസ് പ്രാർത്ഥന ചൊല്ലിയിട്ട് അവൾക്ക് കൊടുത്തിട്ട് പറയണത് എന്താണെന്ന് അറിയാവോ? സാക്ഷ്യം വന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് എവിടുന്ന് കിട്ടി? ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞത്. അപ്പം ഞാനിത് അനിത ടോമിക്ക് പറഞ്ഞ് അമ്മ പറയേണ്ടത് സാക്ഷ്യം വന്ന് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. അപ്പോൾ സാക്ഷ്യം വന്ന് പറയാൻ വേണ്ടി അവൾ പോവുകയാണ്. പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ റിസൾട്ട് വരുമ്പോൾ എന്താ പറയണത്? FNACയിൽ സാമ്പിൾ ടെസ്റ്റിലും ക്യാൻസർ ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ഇല്ല, നെഗറ്റീവ്. അപ്പോൾ ഇതാണ് ഉടമ്പടി. പക്ഷേ ഉടമ്പടിയിലെന്ന് പറയണത്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയണത്, ശാസിച്ചൊക്കെ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വഴക്കുണ്ടാവുള്ളതല്ല. നിങ്ങൾ ഈ അലംഭാവവും ആലസ്യവും മാറ്റിയിട്ട് വൃത്തിയും മെനയുമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഉടമ്പടിയിലോട്ട് വരണം. അതിനാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ സ്വഭാവം ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. കാര്യം എൻ്റെ സ്വഭാവം ഇതല്ല, ഞാൻ വളരെ സൗമ്യയോട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉഴപ്പായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും അവരൊരു സൈഡ് ആരെങ്കിലും പറഞ്ഞപ്പോൾ കേട്ടെ, എന്നാൽ ഇപ്പം അവർക്ക് ഞങ്ങളുടെ കിഴക്കേ വീട്ടിൽ കിട്ടിയ അനുഗ്രഹം, പടിഞ്ഞാറ് വീട്ടിൽ കിട്ടിയ അനുഗ്രഹം, ഇനിയിപ്പോൾ നമ്മൾ മാത്രം, ഇനിയിപ്പോൾ നമുക്കായിട്ട് കുറയേണ്ട കാര്യം, നമുക്ക് എന്നാൽ നീയും ഉടമ്പടി എടുക്കണമെന്ന് പറയും.